C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഞാൻ എത്ര തവണ ഡോറെ തട്ടിന്നറിയാമോ? എന്താ തുറക്കാൻ ഇത്ര താമസിച്ചത്? പാവം കിടന്നുറങ്ങിപ്പോയതായിരിക്കും സരോജം. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? കാലിന് വേദന കുറവുണ്ടോ? മരുന്നെന്തെങ്കിലും വേണോ? അയ്യോ, മരുന്നൊന്നും വേണ്ട. ഇപ്പോ നല്ല ആശ്വാസമുണ്ട്. വേദന നന്നായി കുറഞ്ഞു. വളരെ സന്തോഷം മോളെ. പകല് മുഴുവൻ ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞു അല്ലേ? അയ്യോ, ഒരിക്കലുമില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷം സമാധാനമായിരുന്നു എന്ന് വേണം പറയാൻ. നിങ്ങൾ രണ്ടുപേരും ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. ഇറങ്ങാനോ? എങ്ങോട്ടാ മോള് പോകുന്നത്? പോകാനൊരു ഇടമില്ലെന്ന് പറഞ്ഞു. സ്വന്തമായോ ബന്ധുക്കളായ ആരും ഇല്ലെന്നും പറഞ്ഞു. പിന്നെ മോളെ എങ്ങോട്ടാ പോകുന്നത്? ആരും ഇല്ലാത്തവർക്ക് ആശ്രയമായി ദൈവം ഉണ്ടാവുന്നല്ലേ. എവിടേക്കെങ്കിലും പോകാതെ പറ്റില്ലല്ലോ. പോകണം, അത്രയുള്ളൂ ഇപ്പൊ എന്റെ മനസ്സില്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ? ഒരു പെൺകുട്ടി ഈ അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്ക് എങ്ങോട്ടൊന്നില്ലാതെ യാത്ര ചെയ്യുന്നത് ശരിയാണോ? മോൾ ഇന്നിവിടെ താമസിച്ച് നാളെ പോയാ മതി. ശ്രീടച്ച, ശ്രീടച്ചൻ എന്താ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞത് ശ്രീടച്ചൻ മറന്നോ? സുധ എങ്ങോട്ടും പോകുന്നില്ല. നമ്മുടെ കൂടെ ഇവിടെ ഈ വീട്ടിൽ താമസിക്കും. ആ സന്തോഷ വാർത്ത നിങ്ങൾ സുധയോട് പറയുന്നോ അതോ ഞാൻ പറയണോ? അല്ല സരോജം, സുധയ്ക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്താ എന്താ കാര്യം? എനിക്ക് മനസ്സിലായില്ല. എന്താ ശ്രീടച്ച, ആരോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലേലും മടിയാ. ആ കുട്ടിക്ക് കൂടെ ഉപകാരമുള്ള കാര്യല്ലേ? താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും. അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പറയാം മോളെ. മോക്ക് പോകാൻ ഒരിടയില്ലെന്നും സ്വന്തമായിട്ട് ആരുമില്ലെന്ന് ആലോചിച്ചപ്പോ ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യവാ. പറയച്ചങ്ങോട്ടും. മോളെ, ഞങ്ങൾക്ക് ചെറിയൊരു ഉപജീവനമാർഗം മോളോട് പറഞ്ഞിരുന്നില്ലേ? അവിടെ ഞങ്ങൾക്ക് സഹായത്തിനൊരാളെ ആവശ്യമുണ്ട്. അതെ, ഞങ്ങളുടെ തട്ടുകടയിൽ സഹായിച്ചോണ്ടേ ഇവിടെ ഞങ്ങളോടൊപ്പം മോക്ക് താമസിക്കാം. ഒരിക്കലും മോളെ ഞങ്ങൾ നിർബന്ധിക്കില്ല. മോൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം മതി. മോളുടെ ഈ അവസ്ഥയിലും ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ സാധിക്കുമോ എന്ന് ആലോചിച്ചപ്പോ ഇതല്ലാതെ മറ്റൊരു മാർഗവും കിട്ടിയില്ല. ഞങ്ങൾ ചോദിച്ച് തെറ്റായി പോയെങ്കിൽ മോൾ ക്ഷമിക്കണം. ഞങ്ങളുടെ മോളുടെ വിവാഹം കഴിഞ്ഞ് പോയതിനു ശേഷം ഞങ്ങളിപ്പോൾ ഒറ്റയ്ക്കായതുപോലെയാ. ഞങ്ങളുടെ മോൾക്കൊരു പകരക്കാരിയായിട്ടല്ല. കാരണം മോളെ കണ്ടാലറിയാം ഏതോ വലിയ വീട്ടിൽ ജനിച്ച കുട്ടിയാണെന്ന്. ഞങ്ങളുടെ കഷ്ടപ്പാടിനിടയിലേക്ക് മോളെയും ക്ഷണിക്കാൻ താല്പര്യമുണ്ടായിട്ടല്ല. പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് മറ്റൊരു സഹായം മോൾക്ക് ചെയ്യാനാവില്ല. അയ്യോ, ഇങ്ങനെ വലിയ വാക്കുകളൊന്നും പറയല്ലേ. എവിടെ ജനിച്ചു, എങ്ങനെ വളർന്നു എന്നതില് എന്തിരിക്കുന്നു? ജീവിതം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞതാകുമ്പോ താങ്ങായും തണലായും കൂടെ നിൽക്കാൻ ഒരാശ്രയം ലഭിക്കുന്നത് വേണ്ടെന്ന് പറയുന്നത് ദൈവനിന്ദയാണ്. അപ്പോ മോക്ക് സമ്മതാണോ? പോകാൻ ഒരിടവും ആശ്രയം ഇല്ലാത്തവൾക്ക് ഒരു കുടുംബവും സ്നേഹവും കിട്ടുന്നതിന്റെ സന്തോഷം ഞാൻ നിങ്ങളോട് എങ്ങനെ പറഞ്ഞറിയിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ എന്റെ ഭാഗ്യമായിട്ടാ ഞാനിപ്പോ കരുതുന്നത്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ശ്രീടച്ച, സുധ സമ്മതിക്കുമെന്ന്. ആ പിന്നെ എന്തൊക്കെ ജോലികളാ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം. മാവാട്ടാനുള്ള അരി ഉഴുന്ന് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവും.
അതെടുത്ത് എന്റെ പൊന്നു സരോജ, നീ ഒന്നും മതിയാക്ക്. നീ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ ആ കുട്ടിയെ വെറുതെ പേടിപ്പിക്കണ്ട. സാർ കണ്ടിട്ടില്ലേ എന്റെ കയ്യിലൊരു ഡയറി ഉണ്ടായിരുന്നത്? അതിപ്പോ കാണുന്നില്ല. അതുപോലെ തന്നെ ഓഫീസിലെ ചില പഴയ ഫയലുകളിൽ നിന്നും ചില പേപ്പേഴ്സ് മാത്രം കീറിയെടുത്തിരിക്കുന്നു. എന്തെങ്കിലും ചോദിച്ചാൽ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാ ഉത്തരങ്ങൾ തരുന്നത്. അത് താനും മറ്റുള്ളവരും അവനെ ചോദ്യം ചെയ്യാൻ പോകുന്നതുകൊണ്ടല്ലേ? എന്റെ ഫ്രണ്ടായ രാജാറാമിൽ നിന്നും ഒന്നും അറിയേണ്ട കാര്യം ശ്രീലക്ഷ്മിക്കില്ല. മുൻപ് ഞാൻ അറിഞ്ഞു താൻ രാജാറാമിനെ ഫോളോ ചെയ്യുന്നുവെന്ന്. മനസ്സിൽ ഓരോരോ സംശയങ്ങൾ ഓരോരുത്തരോട് താനായിട്ട് തന്നെ ഉണ്ടാക്കും. അപ്പോൾ അവർ ചെയ്യുന്നതൊക്കെ ആ രീതിയിൽ തൻ്റെ കണ്ണിൽ കാണും. ഒരാളെക്കുറിച്ച് മനസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നതല്ലേ സാർ നല്ലത്? അത് ജെനുവിൻ സംശയങ്ങളാകണ്ടേ? തനിക്ക് എന്തൊക്കെ അറിയേണ്ടത് എന്നോട് ചോദിക്കാം. ഞാൻ മാറ്റിത്തരാം തൻ്റെ സംശയങ്ങളൊക്കെ. എന്റെ ചില സംശയങ്ങൾ ഞാൻ സാറിനോട് ഇപ്പൊ ചോദിച്ചപ്പോ സാറ് ഒഴിഞ്ഞു മാറുകയാണല്ലോ. എനിക്കുള്ള സംശയങ്ങളൊക്കെ ഞാൻ തന്നെ ക്ലിയർ ചെയ്തോളാം സർ. കണ്ടോ, ഇതാണ് തൻ്റെ ഉത്തരം. രാജാറാമല്ല, താനാണ് പലപ്പോഴും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റാത്ത ഉത്തരങ്ങൾ പറയുന്നത്. ഒരു സെക്യൂരിറ്റി ഓഫീസർ ആകുമ്പോൾ പലതും ഹൈഡ് ചെയ്യാനും നിങ്ങളുടെ എല്ലാം ചോദ്യത്തിന് ഉത്തരം തരാനും കഴിഞ്ഞില്ലെന്ന് വരും. അത് അയാളുടെ ഡ്യൂട്ടിയാണ്. ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രം ഹൈഡ് ചെയ്യും, അതിനെക്കുറിച്ച് മാത്രം വ്യക്തമായ ഉത്തരം തരാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് ഡ്യൂട്ടിയുടെ ഭാഗമാണെന്ന് എനിക്ക് മനസ്സിലായില്ല സർ. ഓഫീസിലുള്ള എല്ലാവരുടെയും സംശയങ്ങളാണിത്. ഞാൻ സാറിനോട് ചോദിച്ചു എന്നേ ഉള്ളൂ. ഓഫീസിൽ എല്ലാവരും വരുന്നതും വരേണ്ടതും അവരവരുടെ ജോലികൾ ചെയ്യാനാണ്. ഇങ്ങനെയുള്ള സംശയങ്ങൾ തനിക്കാണുണ്ടാകും, അല്ലെങ്കിൽ സാൻഡ്രയ്ക്ക്. ശ്രീലക്ഷ്മിക്ക് എന്നെ എത്രത്തോളം വിശ്വാസമുണ്ടോ അത്രയും വിശ്വാസം രാജാറാമിനോട് വേണം. കാരണം ഞാൻ പറയുന്നതാണ് രാജാറാം കേൾക്കുന്നത്. അപ്പോൾ അവനെ സംശയിക്കുന്നത് എന്നെ, അതായത് സംശയത്തിൻ്റെ നിഴലിൽ എന്ന് താൻ നേരത്തെ പറഞ്ഞ തൻ്റെ ഭർത്താവിനെ സംശയിക്കുന്നതിന് തുല്യമാണ്. പിന്നെ ശ്രീലക്ഷ്മിക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ കൂടെയുണ്ട്. ഒരു മൾട്ടിനാഷണൽ കമ്പനി ആകുമ്പോൾ അത് നടത്തുന്ന എനിക്കും സെക്യൂരിറ്റി ഓഫീസറായ രാജാറാമിനും പുറത്ത് പബ്ലിക്കിനെ അറിയിക്കാതെ പലതും ചെയ്യേണ്ടതായിട്ട് വരും. ഒന്നുകിൽ അതൊരു ന്യൂസ് ആകാതിരിക്കാം, അല്ലെങ്കിൽ പുറത്ത് ആരോടും പറയാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ. ശ്രീലക്ഷ്മിക്ക് ഇപ്പോൾ ഉണ്ടായ സംശയം അങ്ങനെ ഒന്നാണ്. എനിക്കറിയാം ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ വേറെന്തൊക്കെയോ ചിന്തകളാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.